ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 46 ആണ്. അപ്പോൾ 45 വരെ കാണാത്തവർ കാണുക. ഓക്കെ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ IT, ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ നമുക്ക് ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇന്ന് 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവ് വരിക. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാംസിൽ 7th ജൂലൈ 2021 ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 90 ഡേയുടെ കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം ആണ്. 10th ലെവലാണ്, ന്യൂ സിലബസ് അനുസരിച്ചുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ദിശയുടെ 100 ഡേയുടെ ബാച്ച് കോഴ്സാണ് 8th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1st ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ദൗത്യത്തിൻ്റെ 70 ഡേയുടെ കോഴ്സും റണ്ണിംഗ് ആണ്. 23rd ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത കംപ്ലീറ്റ് കോഴ്സും HSC സോഷ്യൽ സയൻസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഇപ്പോൾ ജൂലൈയിലുള്ളൊരു മെഗാ ഓഫറാണ്. ജൂലൈ 4, 11, 18, 25 2 PM നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫോർ ഡിഗ്രി ലെവൽ എക്സാംസ്. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഫ്രീ 1 year സബ്സ്ക്രിപ്ഷൻ ആണ്. 2nd to 5th, 6th to 10th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ്, 50% സ്കോളർഷിപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ LDC മെയിനിലും 4, 11, 18, 25 ഈ 3 ദിവസങ്ങൾ ജൂലൈയിൽ 8 PM മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പ്ലസ് ആകുമ്പോൾ അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, കംപ്ലീറ്റ് സിലബസും ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഓഫറാണ് ജൂലൈയിലുള്ള 3+1 കോംബോയാണ്. 3 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസവും കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. അതുപോലെ 12+2 കോംബോ 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസവും കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഇത് നമുക്ക് 11th ജൂലൈ മാത്രമേ ഈ ഒരു ഓഫർ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ മന്ത്ലി ഫീസ് നിന്നിട്ടുണ്ട്. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ തിക്നെസ് ഓഫ് എ ട്രാൻസ്ഫോമർ കോർ ലാമിനേഷൻ ഈസ് The thickness of transformer core lamination is 0.35 mm to 0.5 mm ആണോ, 0.25 mm to 60 mm ആണോ, 1.2 mm to 0.06 mm ആണോ, അതോ 2.5 mm to 4 mm ആണോ? ട്രാൻസ്ഫോമർ കോർ ലാമിനേഷൻ തിക്നെസ് എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓപ്ഷൻ A ആണ്, 0.35 mm to 0.5 mm ആണ്. നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോമർ കോർ ഉണ്ടാക്കിയിരിക്കുന്ന തിൻ സ്ട്രിപ്സ്, അത് നമുക്ക് ലാമിനേഷൻസ് എന്ന് പറയും അല്ലേ. മെയിൻലി ടു റെഡ്യൂസ് എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി ഇൻ ദ ഓർഡർ ഓഫ് 0.25 mm മുതൽ 0.5 വരെ വരാം, അല്ലെങ്കിൽ നമുക്ക് 0.35 mm മുതലും വരാം. അപ്പോൾ ആ ഒരു സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ തിക്നെസ് എന്ന് പറയുമ്പം നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വാർണിഷ് പ്ലസ് സിലിക്കൺ സ്റ്റീൽ പ്ലസ് വാർണിഷ്, ഇങ്ങനെയാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. തിക്നെസ് ഓഫ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷനെ ഡിഫൈൻ ചെയ്യുന്നത് വാർണിഷ് പ്ലസ് സിലിക്കൺ സ്റ്റീൽ പ്ലസ് വാർണിഷ് ആണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാം. പിന്നെ നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കാണും ഇതിൻ്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ ലാമിനേഷൻസ്. മെയിൻലി നമ്മുടെ റിക്വയർഡ് ഫോർ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ആണ്. അതുപോലെ എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാനും ആ ഒരു പ്രോസസ് ഓഫ് ആ എല്ലാ ലാമിനേഷൻസ് ഇങ്ങനെ ബഞ്ചായിട്ട് വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമുക്ക് കോർ സ്റ്റാഗറിങ് എന്നും പറയാം. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിക്കും. ഓക്കെ, കോർ സ്റ്റാഗറിങ്, ദ ബഞ്ച് ഓഫ് ഓൾ ലാമിനേഷൻസിന് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ കോർ സ്റ്റാഗറിങ് എന്നും പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈ ട്രാൻസ്ഫോമർ ഹാസ് 400 watt ആസ് അയൺ ലോസ് അറ്റ് ഫുൾ ലോഡ്. ദ അയൺ ലോസ് അറ്റ് ഹാഫ് ഫുൾ ലോഡ് വിൽ ബി. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ 400 watt ആണ് അയൺ ലോസ് അറ്റ് ഫുൾ ലോഡ്. ട്രാൻസ്ഫോമർ ലോസ് അറ്റ് ഹാഫ് ഫുൾ ലോഡ് വിൽ ബി. അയൺ ലോസ് ആണ്. നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ മെയിൻലി 2 types ഓഫ് ലോസസ് ഉണ്ട്. അയൺ ലോസും ഉണ്ട്, കോപ്പർ ലോസും ഉണ്ട്. അയൺ ലോസ് നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, കോർ ലോസ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് ആരൊക്കെ വരും? ഹിസ്റ്റെറിസിസ് ലോസും വരും, എഡ്ഡി കറണ്ട് ലോസും വരും. അപ്പോൾ ഈ 2 ലോസസും കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫോമർ ചാർജ് ആകുമ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ കോർ ലോസ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി കണ്ടീഷൻ ഓഫ് ദി സെക്കൻഡറി ലോഡ് ഓഫ് ദി ട്രാൻസ്ഫോമറിൻ്റെ കണ്ടീഷനിൽ ഈ കോർ ലോസ് ഡിപ്പെൻഡ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ടീഷനും ഓൾ ലോഡിങ് കണ്ടീഷൻസും ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഫുൾ ലോഡ് അയൺ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 400 watt ആയിരിക്കും. അയൺ ലോസ് ഇട്ട് ഹാഫ് ലോഡ് എന്ന് പറയുന്നതും എത്ര തന്നെ ആയിരിക്കും? 400 watt ആയിരിക്കും. ഇറ്റ് ഈസ് ഓപ്ഷൻ A ആണ് വരുന്നത്. ഓക്കെ, പക്ഷേ കോപ്പർ ലോസ് ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോപ്പർ ലോസ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് നമുക്ക് I²R ലോസ് ആണ്. അപ്പോൾ എൻ്റയർലി ഡിപ്പെൻഡ് ചെയ്യുന്ന ലോഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സാധാരണ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലൊക്കെ ആണെങ്കിൽ കോർ ലോസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറ്റ് ഈസ് ലെസ് ദാൻ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ദ ടേൺസ് റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 20:1. ഇഫ് എ ലോഡ് ഓഫ് 10 ohm ഈസ് കണക്റ്റഡ് അക്രോസ് ദി സെക്കൻഡറി, വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീൻ ലുക്കിംഗ് ഇൻ ടു ദ പ്രൈമറി? ഓക്കെ,
ടേൺസ് റേഷ്യോ തന്നിട്ടുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ. ഇപ്പോൾ ലോഡ് ഓഫ് 10 ohm എന്ന് പറയുന്നത് കണക്റ്റഡ് അക്രോസ് സെക്കൻഡറി ആണെങ്കിൽ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീൻ ലുക്കിംഗ് ഇൻ ടു ദ പ്രൈമറി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡ് ഇമ്പിഡൻസ് റിഫ്ലക്റ്റഡ് ഓൺ ദി പ്രൈമറി സൈഡ് കാണാൻ ഒരു ഫോമുല ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഫോമുല RL റിഫ്ലക്റ്റഡ് എന്ന് പറയുന്നത് RL × N² ആണ്. RL എന്ന് പറയുമ്പോൾ ലോഡ് ഇമ്പിഡൻസ് അറ്റ് ദ സെക്കൻഡറി ആണ്. N എന്ന് പറയുന്ന ടേൺസ് റേഷ്യോ ആണ്. നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് N പ്രൈമറി ഡിവൈഡ് ബൈ N സെക്കൻഡറി ആണ്. ആ ഒരു റേഷ്യോ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം RL തന്നിട്ടുണ്ട് 10 ohm ആണെന്ന്, N/1 തന്നിട്ടുണ്ട് 20:1 ആണ്. ഓക്കെ, ദ റെസിസ്റ്റൻസ് സീൻ ലുക്കിംഗ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു റിഫ്ലക്റ്റഡ് ഇമ്പിഡൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് RL റിഫ്ലക്റ്റഡ് എന്ന് പറയുന്നത് RL × N² ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ RL റിഫ്ലക്റ്റഡ് എന്ന് പറയുന്നത് 10 × 20², ദാറ്റ് ഈസ് 4000 ohm എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4 kilo ohm. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. എ DC ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ഹാസ് ദി ഫോളോയിങ് സ്പെസിഫിക്കേഷൻ: RA = 0.05 ohm, RSF = 0.3 ohm, RSHF = 200 ohm, and voltage drop per brush is 1 volt. Find the generated EMF when the generator deliver a load of 30 ampere at 220 volt. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് ഷണ്ട് ആണ്. അപ്പോൾ നമ്മുടെ ഫോമുലാസ് നോക്കുക. VA = VT + IL R ഷണ്ട് ആണ്. ഓക്കെ, IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട്, IA എന്ന് പറഞ്ഞാൽ I ഷണ്ട് + IL ആണ്. I ഷണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് VS/R ഷണ്ട് വെച്ച് ചെയ്യാം. നമ്മുടെ ബേസിക് ഫോമുല ജനറേറ്റഡ് EMF കാണാനുള്ള ഫോമുല ബ്രഷ് ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യണം. VA + IA RA + 2 VB ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതാം. ടെർമിനൽ വോൾട്ടേജ് തന്നിട്ട് 220 volt, ലോഡ് കറണ്ട് തന്നിട്ടുണ്ട് 30 ampere, ഷണ്ട് റെസിസ്റ്റൻസും ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 0.35 ohm, 0.05 ohm, സീരീസ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ബ്രഷ് ഡ്രോപ്പ് 1 volt ആണ്. അപ്പോൾ നമ്മൾ ആദ്യം VA കാണുക. VA = VT + IL RSF വെച്ച് നമ്മുടെ VA കണ്ടുപിടിക്കാം. VA എന്ന് പറയുമ്പോൾ 229 volt കിട്ടും. VA കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് I ഷണ്ട് കണ്ടുപിടിക്കാം. I ഷണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് IA കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫോമുലയിൽ IA വേണമല്ലോ, IAയും VA ഒക്കെ വേണം. ഓക്കെ, ഈ ഒരു ഫോമുലയിൽ നമ്മുടെ ബേസിക് ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്ന് 232.5 ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് തന്നെ പഠിക്കാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: 8 kW 4-pole 220 volt 50 Hz reluctance motor has a torque angle 30 degree when operating under rated load conditions. Calculate the load torque. ലോഡ് ടോർക്ക് കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചുള്ള റിലക്റ്റൻസ് മോട്ടറാണ്. റിലക്റ്റൻസ് മോട്ടർ എന്നൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്, നമ്മുടെ സിംഗർനസ് മോട്ടറിനെ പോലെ. നമുക്ക് അതിൻ്റെ സ്പീഡ് NS = 120 F/P ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ആംഗുലർ സ്പീഡ് ഒമേഗ എന്ന് പറയുന്നത് 2π NS/60 ആണ്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? പോൾ തന്നിട്ടുണ്ട് 4 ആണ്. ഫ്രീക്വൻസി അറിയാം, പവർ തന്നിട്ടുണ്ട് 8000 വാട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ടോർക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ/ഒമേഗ ആണ്. ഓക്കെ, NS കണ്ടുപിടിക്കുക. NS നിന്ന് നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π NS/60 ആണ്. അതായത് NS 120 F/P വെച്ച് NS കണ്ടുപിടിച്ചു, ഒമേഗ കണ്ടുപിടിച്ചു. നമുക്ക് ടോർക്ക് കണ്ടുപിടിച്ചില്ല, പവർ ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ ഈ ഒരു ടോർക്കിൻ്റെ ഇക്വേഷൻ പഠിക്കാം. ടോർക്ക് = 51 Nm കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: പെർ യൂണിറ്റ് ഇംപെഡൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ മെഷേർഡ് ഫ്രം പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡറി സൈഡ് ER. പെർ യൂണിറ്റ് ഇംപെഡൻസ് എന്താണ്? ഒരു പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് മെയിൻലി ഇറ്റ് ഈസ് യൂഷ്വൽ ടു എക്സ്പ്രസ് വോൾട്ടേജും കറണ്ടും അതുപോലെ വോൾട്ട് ആംബിയർ ഇംപെഡൻസ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പെർ യൂണിറ്റിൽ, അതായത് പെർസെൻറ്റേജ് ഓഫ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ഓഫ് ബേസ് അല്ലെങ്കിൽ റെഫറൻസ് വാല്യൂ ഒക്കെ കാണും ഈ ക്വാണ്ടിറ്റീസിന്. അതാണ് പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കതിനെ ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എന്താണ് പെർ യൂണിറ്റ് ഇംപെഡൻസ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? പെർ യൂണിറ്റ് ഇംപെഡൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ സെയിം തന്നെയാണ് നമ്മുടെ പ്രൈമറിയും സെക്കൻഡറി സൈഡും, ആസ് ലോങ് ആസ് ദ വോൾട്ടേജ് ബേസസ് ആയിട്ട് എടുക്കുകയാണ് രണ്ട് സൈഡും. അതാണ് ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ പെർ യൂണിറ്റ് ഇംപെഡൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ മെഷർഡ് ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: ദ സിംഗനസ് ഇംപെഡൻസ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ സിംഗനസ് മോട്ടർ ഈസ് ഓൾസോ നോൺ ആസ് സിംഗനസ് ഇംപെഡൻസ് മെത്തേഡ് നമുക്ക് ഓൾസോ പറയാം. ഏത് പറയാം? അനദർ നെയിം ഇറ്റ് ഈസ് EMF മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഔട്ട്പുട്ട് ഓഫ് ദി പ്രൈം മൂവർ ഡ്രൈവിംഗ് ആൻ ഓൾട്ടർനേറ്റർ ഈസ് കോൺസ്റ്റൻറ്റ്. ദ പവർ ഫാക്ടർ ഓഫ് ദി ഓൾട്ടർനേറ്റർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ച്. ഔട്ട്പുട്ട് ഓഫ് ദി പ്രൈം മൂവർ ഡ്രൈവ് ആൻ ഓൾട്ടർനേറ്റർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫാക്ടർ ഓഫ് ദി ഓൾട്ടർനേറ്റർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ബൈ ചേഞ്ചിങ് സ്പീഡാണോ, ലോഡാണോ, ഫീൽഡ് എക്സൈറ്റേഷൻ ആണോ, ഫേസ് സീക്വൻസ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഫീൽഡ് എക്സൈറ്റേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ നമ്പർ ഓഫ് ഇലക്ട്രിക്കൽ ഡിഗ്രി പാസ്ഡ് ത്രൂ ഇൻ 1 revolution ഓഫ് എ 6-pole സിംഗനസ് ഓൾട്ടർനേറ്റർ ഈസ്. ഇലക്ട്രിക്കൽ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. പോൾ വന്നിട്ടുണ്ട് 6 pole ആണ്. മെക്കാനിക്കൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ 360 degree ആണ്. ഇലക്ട്രിക്കൽ ഡിഗ്രി, മെക്കാനിക് ഡിഗ്രി നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. θE = P/2 × θm. ഓക്കെ, ഇത് നമുക്ക് θE കണ്ടുപിടിക്കാം. 6/2 × 360, ദാറ്റ് ഇസ് 1080 degree. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: യൂണിവേഴ്സൽ മോട്ടർ ഈസ് സെഡ് ടു ബി ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് വെൻ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ഓൺ ഇറ്റ് സെൽഫ് ആണോ, ഇറ്റ്സ് നോട്ട് യൂസ്ഡ്, ഹാസ് ലാർജ് റിയാക്റ്റൻസ്, ഈസ് കെപ്റ്റ് ഓപ്പൺ.
ഇപ്പോഴാണ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് എന്ന് പറയുന്നത് വെൻ കോമ്പൻസേറ്റഡ് വൈൻഡിങ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ഓൺ ഇറ്റ് സെൽഫ് ആണ്. അടുത്ത 10th ക്വസ്റ്റ്യൻ, ഇഫ് നോ ലോഡ് വോൾട്ടേജ് ഓഫ് എ 3-phase 440 വോൾട്ട് 50 ഹെർട്സ് ഓൾട്ടർനേറ്റർ ഈസ് 495, then ഇറ്റ്സ് വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കാണാൻ ഫോർമുല എന്ന് പറയുന്നത് EG0 - VT / VT × 100 ആണ്. EG0 എന്ന് പറഞ്ഞാൽ ഇന്റർണലി ജനറേറ്റഡ് വോൾട്ടേജ് പെർ ഫേസ് അറ്റ് നോ ലോഡ് ആണ്. VT എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് പെർ ഫേസ് അറ്റ് ഫുൾ ലോഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ EG0 തന്നിട്ടുണ്ട് 495 വോൾട്ട്, VT തന്നിട്ടുണ്ട് 440. അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാമല്ലോ. 495 - 440 / 440 × 100. ദാറ്റ് ഈസ് 12.5. ഓപ്ഷൻ എ ആണ് വരുന്നത്. 12.5% കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഇലക്ട്രിക് പവർ മേ ബി ട്രാൻസ്മിറ്റഡ്? ഇലക്ട്രിക് പവർ നമുക്ക് ഏതിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം? ഓവർഹെഡ് സിസ്റ്റം, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം, ബോത്ത് എ ആൻഡ് ബി. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഡാഷ് ആർ ദ കണ്ടക്ടേഴ്സ് വിച്ച് കണക്ട് ദി കൺസ്യൂമർ ടെർമിനൽസ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണോ, സർവീസ് മെയിൻ ആണോ, ഫീഡേഴ്സ് ആണോ, നൺ ഓഫ് ദി എബവ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സർവീസ് മെയിൻ ആണ്. 13th ക്വസ്റ്റ്യൻ, ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം കനോട്ട് ബി ഓപ്പറേറ്റഡ് എബോ. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം കനോട്ട് ബി ഓപ്പറേറ്റഡ് എബോ 440 വോൾട്ട് 11 kV 3366. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, 66 kV. ഓവർഹെഡ് സിസ്റ്റം ക്യാൻ ബി ഡിസൈൻഡ് ഫോർ ദ ഓപ്പറേഷൻ അപ് ടു. ഓവർഹെഡ് സിസ്റ്റം ആണെങ്കിൽ എത്രയാണ്? ഇറ്റ് ഈസ് 400 kV ആണ്. ഓവർഹെഡ് സിസ്റ്റം ആണെങ്കിൽ 400 kV. The surge impedance in a transmission line having negligible resistance is given by. Surge impedance in a transmission line having negligible resistance is given by root of LC ആണോ, root of L by C ആണോ, 1/LC ആണോ, root of L plus C ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, root of LC. The topmost conductor in a high transmission line is. Topmost conductor ഏതാണ്? എർത്ത് കണ്ടക്ടർ ആണോ, R phase ആണോ, Y phase ആണോ, B phase ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, Y phase കണ്ടക്ടർ ആണ്. ടോപ്പ് കണ്ടക്ടർ ഇൻ എ ഹൈ ട്രാൻസ്മിഷൻ ലൈൻ. 17th ക്വസ്റ്റ്യൻ, ദ ഇൻ ACSR കണ്ടക്ടർ ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റീൽ ഈസ് ടു പ്രൊവൈഡ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്, പ്രിവെൻറ്റ് കൊറോണ, ടേക്ക് കെയർ ഓഫ് സർജസ്, റെഡ്യൂസ് ഇൻഡക്റ്റൻസ് ആൻഡ് സബ്സിക്വൻ്റ്ലി ഇംപ്രൂവ് പവർ ഫാക്ടർ. എന്നാൽ ACSR കണ്ടക്ടറിൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റീലിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡക്റ്റൻസ് കുറച്ച് സബ്സിക്വൻ്റ്ലി ഇംപ്രൂവ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനാണ് ഇതിൻ്റെ ഫംഗ്ഷൻ സ്റ്റീൽ. 18th ക്വസ്റ്റ്യൻ, ലോങ്ങർ കോസ്റ്റിംഗ് പീരീഡ് ഫോർ എ ട്രെയിൻ റിസൾട്ട് ഇൻ ഇലക്ട്രിക് ട്രാഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലോങ്ങർ കോസ്റ്റിംഗ് പീരീഡ് ഫോർ എ ട്രെയിൻ റിസൾട്ട് ഇൻ ഹയർ ആക്സിലറേഷൻ, ഹയർ റിട്ടാർഡേഷൻ, ലോവർ സ്പെസിഫിക് എനർജി കൺസംഷൻ, ഹയർ ഷെഡ്യൂൾ സ്പീഡ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ലോവർ സ്പെസിഫിക് എനർജി കൺസംഷൻ. 19th ക്വസ്റ്റ്യൻ, ട്രാക്റ്റീവ് എഫേർട്ട് ഓഫ് ആൻ ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ട്രാക്റ്റീവ് എഫേർട്ട്, ഇലക്ട്രിക് ലോക്കോമോട്ടീവിൻ്റെ ട്രാക്റ്റീവ് എഫേർട്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ബൈ ഇൻക്രീസ് സപ്ലൈ വോൾട്ടേജ്, യൂസിങ് ഹൈ കിലോ വാട്ട് മോട്ടോഴ്സ്, ഇൻക്രീസിങ് ഡെഡ് വെയ്റ്റ് ഓവർ ദി ഡ്രൈവിംഗ് ആക്സിൽ. ബോത്ത് ബി ആൻഡ് സി. ഓപ്ഷൻ ഇ, ബോത്ത് എ ആൻഡ് ബി. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ബൈ യൂസിങ് ഹൈ വോൾട്ടേജ് ഹൈ വാട്ട് മോട്ടേഴ്സ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഡെഡ് വെയ്റ്റ് ഓവർ ദി ഡ്രൈവിംഗ് ആക്സിൽ. ഫിലമെൻറ്റ് ലാംപ്സ് ഓപ്പറേറ്റ് നോർമലി അറ്റ് എ പവർ ഫാക്ടർ ഓഫ്. ഫിലമെൻറ്റ് ലാംപ്സ് ഓപ്പറേറ്റ് നോർമലി അറ്റ് എ പവർ ഫാക്ടർ ഓഫ് യൂണിറ്റി ആണ് ഫിലമെൻറ്റ് ലാംപ്സ്. 21, ദ ഫിലമെൻറ്റ് ഓഫ് എ GLS ലാമ്പ് ഈസ് മെയ്ഡ് ഓഫ്. ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ടങ്സ്റ്റൺ ആണ്. ഇൻ 2-part താരിഫ് വേരിയേഷൻ ഇൻ ലോഡ് ഫാക്ടർ വിൽ അഫക്ട്. 2-part താരിഫ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫ് പഠിക്കാനുണ്ട്. 2-part താരിഫിൽ വേരിയേഷൻ ലോഡ് ഫാക്ടർ വിൽ അഫക്ട് ഫിക്സഡ് ചാർജസ് ആണോ, ഓപ്പറേറ്റിംഗ് ഓർ റണ്ണിങ് ചാർജസ് ആണോ, ബോത്ത് എ ആൻഡ് ബി, ഈദർ എ ഓർ ബി. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഓപ്പറേറ്റിംഗ് ഓർ റണ്ണിങ് ചാർജസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത 23th ക്വസ്റ്റ്യൻ, ഇൻ ഹോപ്കിൻസൺ ഡിമാൻഡ് റേറ്റ് ഓർ 2-port താരിഫ് ദ ഡിമാൻഡ് റേറ്റ് ഫോർ ഫിക്സഡ് ചാർജ് ആർ. ഹോപ്കിൻസൺ ഡിമാൻഡ് റേറ്റ് അല്ലെങ്കിൽ 2-port താരിഫിൽ ഡിമാൻഡ് റേറ്റ് ഫോർ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി മാക്സിമം ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ ആണ്. വിച്ച് പ്ലാന്റ് ക്യാൻ ഹാവ് 100% ലോഡ് ഫാക്ടറുള്ള ഏത് പവർ പ്ലാന്റിനാണ്? അല്ലെങ്കിൽ ഏത് പ്ലാന്റിനാണ്? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, പീക്ക് ലോഡ് പ്ലാന്റ് ആണ്. ഏരിയ അണ്ടർ എ ലോഡ് കർവ് ഗീവ്സ് ആവറേജ് ഡിമാൻഡ്, എനർജി കൺസ്യൂംഡ്, മാക്സിമം ഡിമാൻഡ്, നൺ ഓഫ് ദി എബോവ്. ഇറ്റ് ഈസ് എനർജി കൺസ്യൂംഡ് ആണ്. ഏരിയ അണ്ടർ ദ ലോഡ് കർവ് ഗീവ്സ് എനർജി കൺസ്യൂംഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പഠിക്കുക, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ലൈവ് ഇന്ന് 8 മണിക്കുള്ള ലൈവ് വരാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.